എൻ്റെ സകാത്താണ് ഞാൻ പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എൻ്റെ പൈസ അല്ല. നമ്മൾക്ക് എല്ലാവരോടും ഇസ്ലാമിലെ 5 കാര്യം പ്രവർത്തിക്കാനും 6 കാര്യം വിശ്വസിക്കാനും പറഞ്ഞു. അതിൻ്റെ 3ാമത്തെ കാര്യമാണ് സകാത്ത് കൊടുക്കൽ. ഖുർആനിൽ മൊത്തം നമ്മൾ പഠിപ്പിക്കുന്ന സലവ സകാത്തു, നിങ്ങൾ നമസ്കരിക്കൂ, സകാത്ത് കൊടുക്കാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാവരും കറക്റ്റ് സകാത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ ഒരാളും പാപങ്ങൾ ഉണ്ടാവില്ല. നിസ്കരിക്കേണ്ട കാര്യത്തിലും മറ്റെല്ലാ 4 കാര്യങ്ങൾക്കും നമ്മൾ എല്ലാം സൂപ്പറാണ്. സകാത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വളരെയധികം ബാക്കോട്ടാണ്. നമ്മൾ പാവപ്പെട്ടവൻ്റെ അവകാശമാണ് അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചത് കൊടുക്കാൻ. അത് കൊടുത്തില്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് നമ്മൾ സമ്പാദിച്ചു വെക്കുന്നത് അത് നമ്മൾക്ക് നമ്മളെ കുട്ടികൾക്ക് ഉപകരിക്കാൻ കഴിയൂല എന്ന് എപ്പോഴും നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കുക. നമ്മളെ മക്കളോട് എത്ര സ്നേഹമാണ് നമ്മൾക്ക്, അവരെങ്ങനെയാണ് നമ്മൾ പോറ്റുന്നത്. പക്ഷെ നമ്മളുടെ സമ്പത്തുനിന്ന് 2.5% കൊടുക്കാൻ പറഞ്ഞത് അത് കൊടുക്കാതെ നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ സമ്പാദിച്ചാൽ അത് നമ്മളെ മക്കൾക്ക് ഒരിക്കലും ഉപകരിക്കാൻ കഴിയൂല. സത്യമാണ്. അത് കൊടുത്തില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ നാളെ പരലോകത്ത് നമ്മൾക്ക് കിട്ടും. നമ്മളെ എല്ലാം ഭയങ്കര വിവരമുള്ള ആളുകളാണ്. എല്ലാ കാര്യത്തിലും മലയാളികൾ എന്ന് പറഞ്ഞാൽ നല്ല വിവരമാണ് നമ്മൾക്ക്. പക്ഷെ സക്കാത്തിന്റെ കാര്യം പറയുമ്പോൾ ആർക്കും ഓർമ്മയില്ല, അതിനെപ്പറ്റി അറിയില്ല. അത് കറക്റ്റ് നമ്മൾ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അള്ളാഹ് നമ്മളെ പല പോലെ വളർത്തും. ഞാൻ 2013 ഇന്ത്യയിൽ അജ്ഫാൻ തുടങ്ങി. 2023 ആയപ്പോൾ 194 ഷോറൂം ഓൾ ഇന്ത്യയിൽ വന്നു. എന്തുകൊണ്ട്? ഞാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നോ അവിടുത്തെ നിയമം പാലിച്ച് ജീവിക്കണം എന്ന്. അപ്പൊ ഇവിടെ ഇൻകം ടാക്സ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ നിയമമാണ്. നമ്മൾ ഇൻകം ടാക്സും കൊടുത്ത് GSTയും കൊടുത്ത് അള്ളാഹിന്റെ ടാക്സും 2.5 കൊടുക്കുകയാണെങ്കിൽ ആ ബിസിനസ് വളരും. അത് സത്യമാണ്. എന്നെ കണ്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഓഫീസിൽ സക്കാത്തിൻ്റെ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവിഷൻ തന്നെ തുറന്നു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സക്കാത്ത് പറയാൻ ധർമ്മമാണ് പറയാൻ പറ്റാത്തത് 4.25 കോടിയുണ്ടേനും കഴിഞ്ഞ വർഷത്തെ എൻ്റെ സക്കാത്ത്. ഈ വർഷം ഓൾമോസ്റ്റ് ഇൻഷാ അല്ലാഹ് ഒരു 6.5 കോടി സക്കാത്ത് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ.